ഐസക് ജനറേഷൻ്റെ അടുത്തൊരു ചിന്ത കൂടെ നമുക്ക് ചിന്തിച്ച് ഈ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഒത്തിരി ചിന്തകളുണ്ടെങ്കിലും ഇത് എനിക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് കർത്താവ് ഒരു നിയോഗം തരുന്നു. പ്രാർത്ഥനയോടെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവായി അവയ്ക്കിട്ടുന്ന പേര് തന്നെ ഇട്ടു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയെ കുഴിച്ചു, നീരുറവുള്ള ഒരു കിണർ കണ്ടു. ആമേൻ. മണ്ണിട്ട് മൂടിപ്പോയ ചില വാക്തത്വങ്ങൾ, മണ്ണിട്ട് മൂടി വളരെ സ്ട്രെയിൻ എടുത്ത് കുഴിച്ച് വെള്ളം കണ്ട് ഒരു ദൈവപ്രവൃത്തി ആരംഭിച്ചിട്ട് പിന്നീട് അത് സ്റ്റോപ്പായത്. മണ്ണിട്ട് മൂടിപ്പോയി. എന്തുകൊണ്ടാണ് മണ്ണിട്ട് മൂടിയ? ഒന്ന്, അബ്രഹാമിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. രണ്ട്, അബ്രഹാം അതിനെ സംരക്ഷിക്കാൻ ആരെ ഏൽപ്പിച്ചില്ല. പിശാചിൻ്റെ പരിപാടി അവൻ്റെ നന്മ സംരക്ഷിക്കാനല്ല, നിന്റെ നന്മ നീ അനുഭവിക്കരുതെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ അന്ധകാര ശക്തികൾക്ക് നമ്മളോട് ഇത്ര വിരോധം തോന്നാൻ കാരണം? ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരുന്നത് കൊണ്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല, അങ്ങോട്ട് ആമേൻ പറ്റുന്നില്ല എങ്ങനെങ്കിലും. പക്ഷേ ഒരു ഐസക് ജനറേഷൻ വരുന്നുണ്ട്. മണ്ണിട്ട് മൂടിയ ചെറുതിനെ വീണ്ടും തിരിച്ചു കുഴിച്ച്, ആമേൻ ഹല്ലേലൂയ, വെള്ളം കാണുന്നൊരു തലമുറ, നീരുറവ് കാണുന്നൊരു തലമുറ. യെസ് യെസ്, സ്വർഗം അത് ചെയ്യട്ടെ, സ്വർഗം അത് ചെയ്യട്ടെ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം അത് ചെയ്യട്ടെ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോണം. മണ്ണിട്ട് മൂടിയെന്ന് തോന്നുന്ന ചില വാക്തത്വങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്തുണ്ടോ? മണ്ണിട്ട് മൂടിയ ചില ഉറവകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? അത് വീണ്ടും നീ കുഴിക്കാൻ പോവുക. വീണ്ടും നീ കുഴിക്കുമ്പോൾ പഴയതിൻ്റെ അത്ര സ്ട്രെയിൻ എടുക്കത്തില്ല. നിന്റെ തലമുറയെ അതിൻ്റെ നന്മ കാണാൻ പോകുന്നത്. ആദ്യം കുഴിക്കുന്നതിൻ്റെ അത്ര ഉണ്ടോ? രണ്ടാമത് കുഴിക്കുമ്പോൾ ഇല്ല. മണ്ണൊന്ന് മാറ്റിയാൽ മതി, മണ്ണൊന്ന് മാറ്റിയാൽ മതി. ഇന്നലകളിലെ തലമുറകൾ, കഴിഞ്ഞ തലമുറകൾ അനുഭവിച്ച പ്രയാസം ഈ തലമുറ നീ അനുഭവിക്കത്തില്ല. നീ ഐസക് ജനറേഷനാ. ആമേൻ. മണ്ണൊന്ന് നീക്കിയപ്പോൾ തെളിഞ്ഞു വന്നത് ഉറവയാ, തെളിഞ്ഞു വന്നത് ഉറവയാ. ചില ഉറവകൾ നിന്റെ കണ്ണിന് മുമ്പ് തെളിയാൻ പോവുക. ഐസക് ജനറേഷനെ മണ്ണിട്ട് മൂടിപ്പോയ ചില വാക്തത്വങ്ങൾ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുക. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. മണ്ണിട്ട് മൂടിയ ചിലത്, മണ്ണിട്ട് മൂടിയ ചിലത് ഈ ദിവസങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറട്ടെ, ജീവനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ്, ചില വർധനവിൻ്റെ അനുഭവങ്ങൾ, ചില രഹബോത്തിൻ്റെ അനുഭവങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.